ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ്. ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ നെക്സ്റ്റ് ലെസൺ. ക്ലാസ് 9ൻ്റെ നെക്സ്റ്റ് ലെസണായ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇസ് റിട്ടൺ ബൈ സെൽമാർ ലാഗർലോഫ്. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? സെൽമാർ ലാഗർലോഫ്. ആരായിരുന്നു സെൽമാർ ലാഗർലോഫ്? സ്വീഡിഷ് ഓഥറായിരുന്നു. നമ്മൾ ഇന്ത്യൻ റൈറ്റർ, അറബിക് റൈറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വീഡിഷ് റൈറ്റർ ആയിരുന്നു. ആര്? സെൽമാർ ലാഗർലോഫ്. ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ 1909. 1909 ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി കൂടിയായിരുന്നു. ഫസ്റ്റ് വുമൺ ആയിരുന്നു. ആര്? നമ്മുടെ സെൽമാർ ലാഗർലോഫ്. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? സെൽമാർ ലാഗർലോഫിന് നോബൽ പ്രൈസ് കിട്ടിയില്ലേ? ആ നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞ് അവൾ എല്ലാവർക്കുമായിട്ട് ഒരു പ്രസംഗം, അതിന് നന്ദി പൂർവ്വം ഒരു പ്രസംഗം തിരിച്ചു പറയുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മുടെ സെൽമാർ ലാഗർലോഫ് എന്ത് ചെയ്യുകയാണ്? നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി സ്റ്റോക്ക്ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഓർക്കുകയാണ്, സ്റ്റോക്ക്ഹോമിൽ അവൾ പലതവണ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊക്കെ ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്കാണ് അവൾ പോയിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ? എക്സാം അറ്റൻഡ് ചെയ്യാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും അറിയാമല്ലേ, എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അവൾ എവിടെ പോയിരുന്നോണ്ടിരുന്നത്? സ്റ്റോക്ക്ഹോമിൽ പോയിരുന്നത്. ഇപ്പോൾ പോകുന്നത് എന്താണ്? വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നോബൽ പ്രൈസ് കിട്ടിയില്ലേ? ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടി. അത് വാങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ സെൽമ പോകുന്നത്. പക്ഷേ അത് വാങ്ങാൻ ഇവിടെ കയറി നിൽക്കുമ്പോൾ, എവിടെയാണ് നമ്മുടെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവൾക്ക് ഉണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ എന്താലോചിക്കുകയാണ്? അവളുടെ അച്ഛൻ മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അച്ഛനുമായി എവിടെ? സ്വർഗത്തിൽ ഒത്തുചേരുന്നതായിട്ട് അവൾ പകൽ സ്വപ്നം കാണുകയാണ്. നമ്മളാണെങ്കിൽ പകൽ എന്തൊക്കെ സ്വപ്നമായിരിക്കും കാണുന്നത്? അമ്മ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണീൻ്റെ കാര്യമോ അല്ല സിനിമയ്ക്ക് പോകുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ ഇവൾ കണ്ട സ്വപ്നം എന്തായിരുന്നു? അവളുടെ അച്ഛനെ ഒന്ന് കാണണം അല്ലേ? അങ്ങനെ അച്ഛനുമൊത്ത് സ്വർഗത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവൾ എവിടെ പോയി? സ്വർഗത്തിലോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ അച്ഛൻ ഇരിക്കുന്നേ? അടിപൊളി റോക്കിംഗ് ചെയറിലൊക്കെ അച്ഛൻ എവിടെ ഇരിക്കുകയാണ്? സ്വർഗത്തിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവളെ കണ്ടത് അച്ഛന് സന്തോഷമായല്ലേ? എന്തോ വായിക്കുന്നുണ്ട്. വീട്ടിലിരുന്നപ്പോഴും വായന, അച്ഛൻ സ്വർഗത്തിലെത്തിയപ്പോഴും വായന തന്നെയാണ്. പക്ഷെ ഇവളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ വായനയൊക്കെ നിർത്തി ഇവളുടെ അടുത്തേക്ക് വന്നു അല്ലേ? അതിനുശേഷം ഇവൾ എന്ത് പറയുന്നുണ്ട്? അച്ഛാ, എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യണം? വീട്ടണം. അച്ഛനല്ലേ അതിന് മുന്നേ വിചാരിച്ചു ഇപ്പോൾ ഇത്രയും ദൂരം എന്നെ നോക്കി വരണമെങ്കിൽ എന്തോ കാര്യമുണ്ടെന്ന്. അപ്പോൾ അവൾ അപ്പം തന്നെ പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ഛൻ, ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വന്നെന്നാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ അത് കഴിഞ്ഞ് പറയാണ്, എനിക്ക് ഇച്ചിരി കടങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് വീട്ടണം. അപ്പം അച്ഛൻ ചിന്തിക്കുകയാണ്, ഈ സ്വർഗത്തിലിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇവളുടെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുന്നത്? എൻ്റെ കയ്യിലുണ്ടോ പൈസ? ഇല്ല. സ്വർഗത്തിലിരിക്കുന്ന എനിക്ക് എവിടെ നിന്നാണ് പൈസ? പക്ഷെ അപ്പോഴാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് ഈ കടം എന്ന് പറയുന്നത്? എന്തായിരുന്നു? പൈസ കൊടുക്കാനല്ല എൻ്റെ കടം, എനിക്ക് വേണ്ടി, അതായത് ഞാൻ എഴുതുന്ന സപ്പോർട്ട് ചെയ്തു അല്ലേ? കുറേ ആൾക്കാർ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ഈ എഴുതാൻ വേണ്ടി എനിക്ക് മോട്ടിവേഷൻ തന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ കഥകൾ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട് ചെറുപ്പത്തിൽ അല്ലേ? എൻ്റെ അച്ഛൻ അല്ലേ? കുറേ നാടോടികൾ, പിന്നെ പ്രകൃതിയുമായിട്ടൊക്കെ വളരെ അടുപ്പത്തിലായിരുന്നു അവൾ. അവരെല്ലാവരുമാണ് ഇവൾ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്ത് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പേരോടായിരുന്നു അവൾക്ക് എന്തുള്ളത്? കടമുള്ളത്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പാട്, നന്ദി ഉണ്ടായിരുന്നത് അവരോടൊക്കെ ആയിരുന്നു. ആർക്ക്? സെൽമാർ ലാഗർലോഫിന് കടപ്പാടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു? അവൾ ഒരു അഡ്വൈസ് ചോദിക്കുകയാണ് അച്ഛനോട്. എന്ത്? ഇവരുടെയൊക്കെ കടം എങ്ങനെ അച്ഛാ ഞാൻ വീട്ടിൽ തീർക്കുന്നതെന്നല്ലേ? ഒന്നുമില്ലാത്ത സമയത്ത്, ആരും സപ്പോർട്ട് ചെയ്യാനില്ല സമയത്ത് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ, SLD. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? എപ്പോൾ ചെന്ന് മുട്ടിയാലും ഇന്ന് വാതിൽ തുറന്നു തരുമായിരുന്നു. മുട്ടിയ വാല് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന എല്ലാ കഥകളും അല്ലെങ്കിൽ എന്ത് എഴുതിയാലും അവൾ എന്ത് പറയും? അടിപൊളിയായിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം, ഇനിയും കൂടുതൽ എഴുതണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിക്കുമെന്ന്. ഇവരെ എല്ലാം എന്ത് ചെയ്യണം വെച്ചാൽ എനിക്ക് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അവരുടെ ആ കടം ഞാൻ എങ്ങനെ, അവരെനിക്ക് തന്ന ആ സപ്പോർട്ട് എന്ന കടം ഞാൻ എങ്ങനെയാണ് അച്ഛാ വീട്ടുന്നതെന്ന് അവൾ അഡ്വൈസായിട്ട് ചോദിക്കുകയാണ്.
അതിനുശേഷമാണ് അവൾ പറയുന്നത് എന്ത് കിട്ടിയെന്ന്, അച്ഛാ എനിക്ക് നോബൽ പ്രൈസ് കിട്ടി അല്ലേ, എന്നെ എന്ത് ചെയ്തിരിക്കുന്നു, എന്നെ അംഗീകരിച്ചിരിക്കുന്നു അല്ലേ, ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എന്നെ അംഗീകരിച്ചത് ആരാണ്? ജനങ്ങളാണ്. അവർ വായിച്ചു അല്ലേ, എൻ്റെ നോവലുകളും എൻ്റെ കൃതികളും എല്ലാം വായിച്ച ആൾക്കാരാണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സപ്പോർട്ടിലൂടെ അവർ പറഞ്ഞ കാര്യങ്ങളിലൂടെ അല്ലേ, പത്ര റിപ്പോർട്ടുകളും മീഡിയ വഴിയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അങ്ങനെ ആ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് എവിടെ നിൽക്കാൻ പറ്റുന്നത്, ഈ നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി പോകാൻ കഴിയുന്നത്. അതെല്ലാം കേട്ടപ്പോൾ അച്ഛന് വളരെയധികം സന്തോഷമായിട്ടോ. എന്താണ്? എൻ്റെ മകൾ എന്തായിരിക്കുന്നു, അച്ചീവ് ചെയ്തിരിക്കുന്നു. എന്താ അച്ചീവ് ചെയ്തിരിക്കുന്നത്? നോബൽ പ്രൈസ് അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ വിജയം എനിക്ക് എന്താണുള്ളത്? എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുക, അതല്ലാതെ വേറൊന്നും ഇതിൽ ചെയ്യാനില്ല എന്ന് അച്ഛൻ അവളോട് ഉപദേശിക്കുകയാണ്. അപ്പോഴാണ് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവൾ എന്ത് പറയുന്നത്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലായില്ലേ, പ്രസംഗത്തിൻ്റെ ഒരു ഭാവത്തിലേക്ക് അപ്പോഴാണ് സെൽമ എത്തിച്ചേരുന്നത്. സെൽമ അവിടെ പറയുകയാണ് എന്ത്, ഈ കടപ്പാടെല്ലാം ഞാൻ നിങ്ങളോട് തീർത്ത് തരുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്താണ്, എൻ്റെ കൂടെ ഈ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഈ കടം വീടുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനിയുള്ള വർക്കുകളിലും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആ സ്പീച്ചിലൂടെ, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ആ സ്പീച്ചിലൂടെ ആ സ്റ്റോറി നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു സൂൺ.